ഫ്രണ്ട്സ്, നമുക്ക് ഒരു കൊട്ട നിറയെ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അടിച്ച് പൊളിക്കാം. ഈ പച്ചമാങ്ങ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും തകർത്തന്നെ. ഇന്ന് അതുതന്നെയാണ് പരിപാടി. അപ്പോൾ ഇതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ ഒന്ന് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതാ മാങ്ങത്തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ല കറക്റ്റ് പരുവായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് ഉണക്ക ചെമ്മീനാണ്. അതായത് നമ്മളൊരു ചെറിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചമാങ്ങ കിട്ടിയാൽ ആദ്യം തന്നെ ഒന്നുകിൽ ചമ്മന്തി അല്ലെങ്കിൽ അച്ചാർ, ഇതാണല്ലോ നമ്മളെ മനസ്സിലേക്ക് ഓടി എത്തുക. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ്. വെറൈറ്റി അല്ല, നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇതാ ഉണക്ക ചെമ്മീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നേരെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കും. ഒരു 1/4 കപ്പ് തേങ്ങ, ചില്ലി ഫ്ലേക്സ്, അതല്ലെങ്കിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുക. ഗോൾഡൻ കളർ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങയാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് കഷ്ണത്തിൽ ഉള്ള ഒരു ഇഞ്ചി, അത് ചെറിയ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക്, എരിവിന് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പ്, 2 തണ്ട് കറിവേപ്പില. ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. 2 or 3 ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല എരിവും ഒക്കെ ഉണ്ടാകും. അത് മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. നമുക്ക് ഉച്ചക്കൊക്കെ ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മീനും ഉണക്ക ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി മിക്സി, കൂടുതലൊന്നും അരയണ്ട. ഓൾറെഡി നമ്മളുടെ മാങ്ങയും ഇഞ്ചിയും ഒക്കെ അരഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തി, അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ ഇല്ലയെന്ന് ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. കഞ്ഞിക്കും ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ. അതെല്ലാം കപ്പ ഒഴുങ്ങിയതുണ്ടെങ്കിൽ അതിലും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരീക്ഷണത്തിന് ഒരുങ്ങാണ്. നമ്മുടെ അടുത്തുള്ള ഈ ഗോൾഡൻ സൈപ്രസ്, ഈ ചെടിയുടെ ഒരു എന്താ പറയുക, തൈകളൊന്നും കാണാനില്ല. അപ്പം ഒരു തൈ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നറിയില്ല, ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം, നല്ല ഒരു കട്ടിയുള്ളൊരു ഭാഗത്തു നിന്ന് തന്നെ ഒരു കൊമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മളൊരു കറ്റാർവാഴയുടെ പീസും കൂടി എടുത്ത് കൊടുക്കുക. റൂട്ടിംഗ് ഹോർമോൺ പറഞ്ഞ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാൻ 2-3 സ്ഥലത്ത് നോക്കി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താമെന്ന് അപ്പോഴാണ് കരുതിയത്. കറ്റാർവാഴ ഓൾറെഡി ഉണ്ട്, അപ്പോൾ പിന്നെ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കവറിൽ എടുത്ത് വെച്ചിട്ടുള്ള മണ്ണാണ്. അതിൽ ഓൾറെഡി ചാണകവും ഉണക്ക ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഈ എല്ലുപൊടിയും ഇതും കൂടി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത്, ഈ മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താവും എന്നറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്കൊരു 3 കഷ്ണം ഓട് വെച്ച് കൊടുക്കാം. ചട്ടി പൊട്ടിയത് അല്ലെങ്കിൽ ഓട്ടും കഷ്ണം ഏതും പറ്റും. ചെറിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി ആയതുകൊണ്ട് ഞാൻ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓക്സിജൻ സഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നാണ് കണ്ടത്. എന്താണ് അറിയില്ല കേട്ടോ. ഇനി നമ്മളുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മുടെ ഈ കൊമ്പിൻ്റെ താഴെ ഭാഗത്തുള്ള ഈ തൊലിയൊന്ന് ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുക്കുക. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ഇലകളും ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. വേര് വരാനുള്ള ഭാഗമാണ്, അപ്പോൾ അവിടെ കട്ടിയുള്ള ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി കൂർപ്പിച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് നന്നായിട്ട് ഇതാവണ്ട, ആ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നേരെ കറ്റാർവാഴയുടെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസമൊക്കെ വെയിൽ അത്യാവശ്യം വേണ്ട. അപ്പോൾ ഒരാഴ്ച ഞാൻ തീരെ വെയിൽ കൊള്ളിക്കാതെ ഷീറ്റിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴെ തന്നെ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം മതിൽമക്ക് വെച്ചു. കുറഞ്ഞ വെയിൽ കിട്ടണ ഭാഗത്തേക്ക് മാത്രം വെച്ചു. ഇനി നമുക്ക് നോക്കാം എന്താവും. ഇനി നമുക്ക് ഒരു നാടൻ ഡിഷാണ് പരിചയപ്പെടുന്നത്. പച്ചമാങ്ങ വെച്ചിട്ട്. പച്ചമാങ്ങ കയ്യിൽ കിട്ടാൻ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചോറൊക്കെ കഴിക്കാൻ അത് മാത്രം മതി. അപ്പോൾ നാടൻ പച്ചമാങ്ങ കറിയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാങ്ങ എടുത്തു, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. തൊലിയൊക്കെ കളഞ്ഞതാട്ടോ. ഇനി മൺകലത്തിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു. വലിയ വേവൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കുക്കറിലിട്ടേ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക് അതും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് തന്നെ എരിവിനനുസരിച്ചിട്ടോ. അതിലേക്ക് മുളക് കൂടിയാലും വലിയ പ്രശ്നമില്ല, കാരണം അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ എരിവും കൂടിയും നല്ല രസമായിരിക്കും. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നേരെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി അത് വേവട്ടെ. ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചിരകിയെടുക്കാം. മാങ്ങ വെന്ത് വിരൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയാൽ മതി. മിക്സിയുടെ ജാറെടുത്തു. അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ, കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം മതി, കൂടുതൽ വെള്ളമായി പോവണ്ട, അപ്പോൾ ലൂസാവും കറി. അപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റുമായിട്ട് അരച്ചെടുത്തു.
അപ്പോൾ അതാ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു തിളച്ചാൽ മതി. കൂടുതൽ തിളക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല, അപ്പോൾ പാടില്ല, പെട്ടെന്ന് പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ ജസ്റ്റ് ഒരു തിളച്ചാൽ മതി. ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു, കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി പച്ചമാങ്ങ കറി ഇവിടെ റെഡിയാണ്. മോരുകറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. പുളി കുറവാണെന്നുണ്ടെങ്കിൽ പുളി കുറഞ്ഞ കറിയായിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ഭക്ഷണം കഴിക്കാൻ, ചോറൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള, ചോറൊക്കെ പറ്റിയ ഒരു കറിയാണ്. മറ്റൊന്നും പറയാനില്ല, അത് മാത്രം മതി ചോറുണ്ണാൻ. ഇനി ഇതാ 2 പച്ചമാങ്ങ കൂടി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതാ ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചത് കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഒരു പച്ചമുളക് 2 പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൊത്തം 1/2 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം 1/4 കപ്പ് ഒഴിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മധുരമാണോ പുളിയാണോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, പുളി കുറഞ്ഞ പുളിയേ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള പുളിഞ്ചി എന്ന് നമുക്ക് പറയാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ഉണ്ടാക്കൂലേ, പുളിഞ്ചി ഉണ്ടാക്കൂലേ, അതേ ടേസ്റ്റാണ്. കറക്റ്റിലി പച്ചമാങ്ങ കൊണ്ടുള്ള എലിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് പുളിഞ്ചി തന്നെ പറയാം. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്, ഇനി ഒന്നും പറയാനില്ല. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റാരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.